ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ടൊവിനോ നായകനെത്തിയ സിനിമകളിൽ ഏറ്റവും വലിയ കളക്ഷൻ നേടിയെടുത്ത് വിജയിച്ച സിനിമയാണല്ലോ ARM. മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റൺ സ്റ്റീഫൻ നിർമ്മിച്ച ജിതൻ ലാൽ സംവിധാനം ചെയ്ത ARM എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് നേട്ട റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം അജയന്റെ രണ്ടാം മോഷണം ടൊവിനോയുടെ ലോകവ്യാപകമായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട സിനിമയായിട്ട് മാറിയിരിക്കുകയാണ്. ആദ്യ 11 ദിവസത്തെ കണക്കുകൾ പ്രകാരം 27 ലക്ഷത്തോളം ആളുകളാണ് ടൊവിനോയുടെ ARM എന്ന സിനിമ തിയേറ്ററുകളിലെ ലോകമെമ്പാടുമായിട്ട് കണ്ടിരിക്കുന്നത് എന്നൊരു റിപ്പോർട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. 30 കോടി ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ARM 70 കോടി കളക്ഷൻ പിന്നിട്ട് തിയേറ്ററുകളിൽ മുന്നേറുകയാണ്. കാത്തിരിക്കൂ, ARMന്റെ കൂടുതൽ ഇതുപോലുള്ള ബോക്സ് ഓഫീസ് നേട്ട റിപ്പോർട്ടുകൾ കേട്ടാം. തമിഴ് തെലുഗു ഭാഷകളിൽ നിന്നായിട്ട് 2 അന്യഭാഷാ സിനിമകളാണല്ലോ ഈ ആഴ്ച കേരളത്തിൽ ഉൾപ്പെടെ റിലീസിനായിട്ട് എത്തുന്നത്. അതിൽ തെലുഗു പാൻ-ഇന്ത്യൻ സിനിമയാണ് RRR ശേഷം ജൂനിയർ NTR നായകനെത്തുന്ന ദേവരയുടെ ആദ്യ ഭാഗം സെപ്റ്റംബർ 27 തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ സിനിമയ്ക്ക് സംഗീതം നൽകിയ അനിരുദ്ധ് തന്നെ സിനിമയുടെ പ്രിവ്യൂ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ്. അത് പ്രകാരം പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് ദേവര എന്ന സിനിമയ്ക്ക് സംഗീതജ്ഞൻ കൂടിയായ അനിരുദ്ധ് നൽകിയിരിക്കുന്നത്. മുൻപും സോഷ്യൽ മീഡിയ വഴി തന്റെ സിനിമകളുടെ അഭിപ്രായം റിലീസിന് മുന്നേ തന്നെ അനിരുദ്ധ് അറിയിക്കാറുണ്ട്. അതിൽ ഭൂരിഭാഗവും ശരിയാണ് എന്നതാണ് പ്രത്യേകം പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. ഈ വർഷം അനിരുദ്ധ് സംഗീതം നൽകി തിയേറ്ററുകളിലേക്ക് എത്തിയ ഇന്ത്യൻ 2 കുറിച്ച് ഒരു അഭിപ്രായവും സോഷ്യൽ മീഡിയ വഴി അനിരുദ്ധ് റിലീസിന് മുന്നേ പങ്കുവച്ചിട്ടില്ല എന്നത് പ്രത്യേകം ഇവിടെ എടുത്തു പറയട്ടെ. എന്തായാലും ദേവര എന്ന സിനിമ പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെടുക്കുമെന്നാണ് അനിരുദ്ധിന്റെ ട്വീറ്റിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇനി സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ അറിയാനായിട്ട് നമുക്ക് കാത്തിരിക്കാം. കാർത്തിക് നായകനായി എത്തുന്ന അരവിന്ദ് സ്വാമി മറ്റൊരു പ്രധാന റോളിലെത്തുന്ന മെയ്യഴകൻ എന്ന സിനിമ കൂടി ഈ ആഴ്ച തമിഴിൽ നിന്ന് റിലീസ് ചെയ്യുകയാണ്. ഇന്ന് സിനിമയുടെ ട്രെയിലർ രാവിലെ പുറത്തു വന്നിരിക്കുകയാണ്. ഒരു ഫീൽ ഗുഡ് എന്റർടൈനർ സിനിമ കൂടിയ മെയ്യഴകന്റെ പ്രിവ്യൂ റിപ്പോർട്ടുകൾ ഇന്ന് പുറത്തു വന്നപ്പോൾ സിനിമ പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെടുത്തിരിക്കുകയാണ്. 96 സംവിധായകൻ പ്രേംകുമാറിന്റെ ഏറ്റവും പുതിയ തമിഴ് സിനിമയും പ്രേക്ഷകരെ നിരാശപ്പെടുത്തില്ല എന്നൊരു അഭിപ്രായമാണ് പ്രിവ്യൂ റിപ്പോർട്ടിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇതിനിടയിൽ സിനിമയുടെ ഡ്യൂറേഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നല്ല ദൈർഘ്യമേറിയ സിനിമയാണ് മെയ്യഴകൻ എന്ന് ഉറപ്പാക്കപ്പെടുകയാണ്. 2 മണിക്കൂർ 57 മിനിറ്റാണ് മെയ്യഴകന്റെ ആകെ ദൈർഘ്യം എന്നാണ് ഇന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ട്. എന്തായാലും സിനിമയുടെ അഭിപ്രായങ്ങൾ സെപ്റ്റംബർ 27 അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.